ഇന്ന് രാമായണ മാസം 24-ാം ദിനമാണ്. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. ആദ്യം രാക്ഷസ സൈന്യവും വാനര സൈന്യവും തമ്മിലുള്ള യുദ്ധമായിരുന്നു. രാക്ഷസന്മാർക്ക് തോൽവി സംഭവിക്കുന്നു എന്ന് കണ്ട ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം എയ്തപ്പോൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും വാനരന്മാരും എല്ലാവരും ബോധരഹിതരായി കിടന്നു. ഇത് കണ്ട് വിഭീഷണൻ ആ സൈന്യത്തിന്റെ നടുവിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ജാമ്പവാൻ എഴുന്നേറ്റ് വന്ന് ഹനുമാൻ ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ഇത് കേട്ട വിഭീഷണൻ ജാമ്പവാനോട് ചോദിച്ചു, എത്രയോ വാനരന്മാരുണ്ട്, എന്നിട്ടും അങ്ങ് ഹനുമാനെ അന്വേഷിച്ചതിന്റെ കാരണം എന്താണ്? ഇതിന് മറുപടിയായി ജാമ്പവാൻ പറഞ്ഞു, ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നതിന് തുല്യമാണ്. ഹനുമാൻ മരിച്ചെങ്കിൽ പിന്നെ നമ്മൾ ആരും ഈ യുദ്ധത്തിൽ ജയിക്കാൻ പോകുന്നില്ല. ജാമ്പവാൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടേക്ക് ഹനുമാൻ വന്നു. ഹനുമാനെ കണ്ട ജാമ്പവാൻ എല്ലാവരുടെയും ജീവൻ തിരിച്ചു കിട്ടാനായി ഹനുമാനോട് ദിവ്യ ഔഷധങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഋഷഭാദ്രിയിൽ പോയി മൃതസഞ്ജീവിനി എന്ന ഔഷധ ചെടി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട ഹനുമാൻ വളരെ പെട്ടെന്ന് തന്നെ മൃതസഞ്ജീവിനി കൊണ്ടുവരാനായി യാത്ര തിരിച്ചു. എന്നാൽ ഹനുമാൻ മൃതസഞ്ജീവിനി കൊണ്ടുവരാനായി പോകുന്ന വിവരം ചാരന്മാർ രാവണനെ അറിയിച്ചു. ചിന്താകുലനായ രാവണൻ ഉടൻ തന്നെ മായാപ്രയോഗത്തിൽ അതിവിദഗ്ധനായ കാലനേമിയുടെ ഗൃഹത്തിൽ പോയി. രാവണനെ കണ്ട കാലനേമി രാവണന്റെ വരവിന്റെ ഉദ്ദേശം അന്വേഷിച്ചു. അതിനു മറുപടിയായി രാവണൻ താൻ കൊന്ന വാനരന്മാരെ മുഴുവൻ ജീവിപ്പിക്കാനായി ഔഷധങ്ങൾ കൊണ്ടുവരാനായി ഹനുമാൻ ഋഷഭാദ്രിയിലേക്ക് പോയിട്ടുണ്ടെന്നും ഒരു മുനിയുടെ വേഷം ധരിച്ച് ഹനുമാനെ മയക്കി കുറച്ച് കാലതാമസം വരുത്താനും ആവശ്യപ്പെട്ടു. കാരണം ഏകദേശം 3.25 നാഴിക സമയത്തിനുള്ളിൽ ഈ ഔഷധം പ്രയോഗിച്ചാൽ മാത്രമേ ഇവരൊക്കെ ജീവിക്കുകയുള്ളൂ. ഹനുമാൻ ഔഷധം കൊണ്ടുവരാൻ താമസിച്ചാൽ പ്രയോജനമില്ല. അതിനാലാണ് രാവണൻ കാലനേമിയോട് ഇപ്രകാരം ആവശ്യപ്പെട്ടത്. ഇത് കേട്ട കാലനേമി രാവണനെ ഉപദേശിച്ചു. എന്നാൽ ഉപദേശം കേട്ട രാവണൻ കാലനേമിയെ കൊല്ലാനൊരുങ്ങി. ഇത് കേട്ട് ഭയന്ന കാലനേമി അങ്ങ് പറയുന്നത് പോലെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ് മിന്നൽ വേഗത്തിൽ ദ്രോണാപർവ്വതത്തിന്റെ അങ്ങോട്ട് പുറപ്പെട്ടു. അവിടെ തന്റെ മായ കൊണ്ട് ഒരു ആശ്രമം നിർമ്മിച്ച് മുനിയുടെ വേഷം ധരിച്ച് ശിഷ്യന്മാരുമൊത്ത് അവിടെ ഇരുന്നു. അവിടെ എത്തിയ ഹനുമാൻ പത്മാസനത്തിലിരുന്ന കാലനേമിയോട് താൻ വന്ന കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം തനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ അല്പം വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിനു മറുപടിയായി കാലനേമി തന്റെ കമണ്ഡലത്തിലെ വെള്ളം വേണ്ടുവോളം കുടിക്കാമെന്ന് പറഞ്ഞ ശേഷം ഇന്ന് തന്റെ ആശ്രമത്തിൽ വിശ്രമിച്ച ശേഷം കുറച്ചു കഴിഞ്ഞ് മടങ്ങിപ്പോകാമെന്നും തപസിന്റെ ബലം കൊണ്ട് തനിക്ക് ഭൂതഭാവി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്നും അവിടെ ശ്രീരാമചന്ദ്രന്റെ കടാക്ഷം കൊണ്ട് എല്ലാവരും ബോധം തെളിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു എന്നും അതിനാൽ ഇനി ഔഷധം കൊണ്ട് പോകേണ്ടതില്ല എന്നും ഹനുമാനെ അറിയിച്ചു. ഇത് കേട്ട ഹനുമാൻ പറഞ്ഞു, എന്നാലും സാരമില്ല, ഞാൻ എന്തായാലും ഈ ഔഷധം കൊണ്ടുപോകാം. ഇപ്പോൾ എനിക്ക് നന്നായി ദാഹിക്കുന്നുണ്ട്. കമണ്ഡലൂലെ വെള്ളം എനിക്ക് തികയില്ല. അതുകൊണ്ട് അടുത്തെവിടെയെങ്കിലും ജലാശയമുണ്ടെങ്കിൽ കാട്ടിത്തരാൻ ദയവുണ്ടാകണം എന്ന് പറഞ്ഞു. ഇത് കേട്ട കാലനേമി ബ്രഹ്മാചാരിയോട് ഹനുമാന് സരസ് കാട്ടിക്കൊടുക്കാൻ പറഞ്ഞ ശേഷം ഹനുമാനോട് കണ്ണടച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഹനുമാൻ അതുപ്രകാരം കണ്ണടച്ച് സരസിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ ഒരു മത്സ്യം വന്ന് ഹനുമാന്റെ കാലിൽ പിടികൂടി. കണ്ണുകൾ തുറന്ന ഹനുമാൻ മത്സ്യത്തെ കാണുകയും അതിനെ സംഹരിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഒരു ദേവസ്ത്രീ പ്രത്യക്ഷപ്പെട്ട് ഹനുമാനോട് താൻ ധന്യമാലി എന്നു പേരുള്ള ഒരു അപ്സര സ്ത്രീയാണെന്നും മുനിശാപമേറ്റ് മത്സ്യമായി തീർന്നതാണെന്നും അങ്ങയുടെ പ്രസാദത്താൽ ശാപമുക്തയായി തീർന്നു എന്നും അറിയിച്ചു. അതിനുശേഷം ധന്യമാലി ഹനുമാനോട് അങ്ങ് ആശ്രമത്തിൽ കണ്ട ആൾ ശരിയായ തപസനല്ലെന്നും അത് കാലനേമി എന്ന രാക്ഷസനാണെന്നും രാവണൻ പറഞ്ഞു വിട്ടതാണെന്നും അറിയിച്ചു. ഇത്രയും പറഞ്ഞ ശേഷം ആ അപ്സരസ് ആകാശത്തിലേക്ക് മറഞ്ഞുപോയി. ഹനുമാൻ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു. ഹനുമാനെ കണ്ട കാലനേമി ഗുരുദക്ഷിണ വെച്ച് തന്നിൽ നിന്നും മന്ത്രങ്ങൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. ഹനുമാൻ മുഷ്ടി ചുരുട്ടി രാക്ഷസന്റെ ശിരസിൽ ഇടിച്ച് അതോടെ കാലനേമി മരിച്ചു വീണു. അതിനുശേഷം ഋഷഭാദ്രിയിലെത്തിയ ഹനുമാൻ ഏതാണ് മൃതസഞ്ജീവനി എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാൽ ആ പർവ്വതം അടക്കം പറിച്ചെടുത്ത് രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് ചെന്നു. ഈ ഔഷധത്തിന്റെ സുഗന്ധമേറ്റപ്പോൾ തന്നെ എല്ലാവരും ജീവിച്ചെഴുന്നേറ്റു.
പൂർവാധികം ശക്തിയോടെ അവർ വീണ്ടും യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ രാവണന്റെ മകനായ അതികായൻ മുതലായ മഹാരഥന്മാരും അവരെ അനുഗമിച്ച രാക്ഷസന്മാരും മരിച്ചു വീണു. ദുഃഖിതനായ രാവണൻ ലങ്കയെ രക്ഷിക്കാൻ ഇന്ദ്രജിത്തിനെ ചുമതലപ്പെടുത്തി. രാവണൻ തന്നെ സ്വയം രാമനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. യുദ്ധത്തിൽ അനേകം വാനരന്മാരെ രാവണൻ കൊന്നുവീഴ്ത്തി. തന്റെ അനുജനായ വിഭീഷണന്റെ നേരെയും ഒരു ശക്തിയായുധം പ്രയോഗിച്ചു. അത് തടയാൻ ചെന്ന ലക്ഷ്മണന്റെ മാറിടം പിളർന്നു. മൃതസഞ്ജീവിനി ഔഷധത്തിന്റെ സഹായം കൊണ്ട് ലക്ഷ്മണൻ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു. യുദ്ധം വീണ്ടും തുടർന്നു. എന്നാൽ രാവണന്റെ ശക്തി ക്ഷയിച്ചു എന്ന് മനസ്സിലാക്കിയ രാമൻ രാവണനോട് ക്ഷീണം മാറ്റി വരാൻ പറഞ്ഞു. ഒടുവിൽ തന്നെ സഹായിക്കാനായി രാവണൻ ഉറങ്ങുന്ന കുംഭകർണനെ എഴുന്നേൽപ്പിച്ചു. ഭീമാകാരനായ കുംഭകർണന്റെ കാൽച്ചുവട്ടിൽ വാനരന്മാരൊക്കെ ഞെരിഞ്ഞമർന്നു. അതിഭയങ്കരമായ യുദ്ധത്തിനൊടുവിൽ കുംഭകർണനെ കൊല്ലാനായി ഭഗവാൻ ഐന്ദാസ്ത്രം പ്രയോഗിച്ചു. അങ്ങനെ കുംഭകർണനും മരിച്ചു. കുംഭകർണൻ മരിച്ച വിവരമറിഞ്ഞ രാവണൻ ബോധരഹിതനായി. അല്പസമയം കഴിഞ്ഞു ബോധം തെളിഞ്ഞപ്പോൾ വിലപിക്കാൻ തുടങ്ങി. ഇത് കണ്ട രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്ത് രാവണനെ സമാധാനിപ്പിച്ച ശേഷം താൻ ഒരു അഭിചാര ഹോമം ചെയ്ത് അഗ്നിയിൽ നിന്ന് തേരും ആയുധങ്ങളും സമ്പാദിച്ചാൽ പിന്നെ ആർക്കും തന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് രാവണനെ അറിയിച്ച ശേഷം ഇന്ദ്രജിത്ത് ഹോമശാലയിൽ പ്രവേശിച്ചു. ഇന്ദ്രജിത്ത് ഹോമം നടത്താൻ പോകുന്ന വിവരം വിഭീഷണൻ അറിഞ്ഞു. വിഭീഷണൻ രാമനെ അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, 12 കൊല്ലക്കാലം ആഹാരവും ഉറക്കവും ഉപേക്ഷിച്ച് ജീവിച്ചവന് മാത്രമേ ഇന്ദ്രജിത്തിനെ കൊല്ലാൻ കഴിയുകയുള്ളൂ. അയോധ്യയിൽ നിന്ന് പോന്നതു മുതൽ ലക്ഷ്മണൻ അങ്ങയെ സേവിക്കുന്നതിന്റെ ഭാഗമായി ഊണും ഉറക്കവും ഉപേക്ഷിച്ചാണ് കഴിഞ്ഞു വരുന്നത്. അതിനാൽ ലക്ഷ്മണന് മാത്രമേ ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപ്രകാരം ലക്ഷ്മണൻ വാനരന്മാരുമൊത്ത് ഹോമം നടക്കുന്നിടത്തു പോയി. ഹോമം പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിൽ കോപിഷ്ഠനായ ഇന്ദ്രജിത്ത് ലക്ഷ്മണനെ യുദ്ധത്തിന് വിളിച്ചു. വലിയ ഒരു യുദ്ധത്തിനൊടുവിൽ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെയും വധിച്ചു. ഇനി രാവണൻ ആരെയാവും യുദ്ധത്തിനിറക്കുന്നത്? ഇനി എന്ത് സംഭവിക്കും എന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ തുടർന്നും കാണുക. നന്ദി.